നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ, ആറ്റിങ്ങൽ. നമ്മുടെ ഇന്നത്തെ വിഷയം, ഒരു ജാതകത്തിലൂടെ നമ്മൾ എങ്ങനെ ക്യാൻസർ രോഗത്തെ കണ്ടെത്തും. ഈ ക്യാൻസർ രോഗം വരുവാനായിട്ട് എന്താണ് കാരണം? നമ്മളുടെ പൂർവജന്മത്ത് നമ്മൾ ഒരാളെ അംഗഭംഗം ചെയ്യിക്കുകയോ, കൈമുറിച്ച് കളയുക, ആയുധം കൊണ്ട് വെട്ടുക, ഇത്തരത്തിലുള്ള ദോഷകർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് നമ്മളുടെ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെടുവാനായിട്ട് കാരണമാകും. അതായത് പൂർവജന്മ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ശുഭ അശുഭങ്ങൾ വേല ചെയ്യുന്നത്. അത്യുൾക്കടൈ പുണ്യപാപൈ ഇഹൈവ ഫലമശ്നുതേ. പൂർവജന്മത്തിൽ ചെയ്ത പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജന്മത്ത് സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവവേദ്യമായി വരും. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് നല്ല ഫലങ്ങളും, തിക്തഫലങ്ങൾ ചെയ്തവർക്ക് ദോഷകർമ്മങ്ങൾ ഏറിയുമിരിക്കും. അപ്പോൾ പൂർവജന്മകർമ്മയിൽ നമ്മൾ ഒരാളുടെ കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, വിരൽ വെട്ടിക്കളയുക, കുത്തുക, അവർക്ക് നാശം സംഭവിക്കുക, നമ്മൾ കുത്തുമ്പോഴേക്കും അവരുടെ ബ്ലഡെല്ലാം ഒഴിച്ചു പോവുക, ഇങ്ങനെയുള്ളതായ ശാപകർമ്മങ്ങൾ നമ്മുടെ പൂർവജന്മത്തിൽ ചെയ്തെങ്കിൽ ഈ ജന്മത്ത് നമ്മളുടെ അംഗഭംഗങ്ങൾ മുറിച്ചു കളയത്തക്കതായ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മളുടെ പൂർവികർ, നമ്മുടെ തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ നാഗസംബന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് പിന്നീട് അത് നശിപ്പിച്ച് കളയുക, നിർത്തലാക്കി കളയുക, എടുത്തു മാറ്റുക, ഇത്തരത്തിലൊക്കെയുള്ള ശാപകർമ്മങ്ങൾ ചെയ്ത് ആ നാഗദൈവങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ഇരിപ്പിടമില്ലാതെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് സർപ്പശാപമായി വന്ന് ഇത്തരത്തിലുള്ള രോഗം വരുവാനായിട്ട് ഇടയാകും. ഈ കാരണങ്ങളാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുവാനായിട്ട് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മളുടെ ജാതകത്തിൽ 6-ാം ഭാവം കൊണ്ടും 8-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒക്കെ നമുക്ക് രോഗങ്ങളെയും ദുരിതങ്ങളെയും നാശങ്ങളെയും ഒക്കെ ചിന്തിക്കാം. ഈ സ്ഥാനങ്ങളിൽ ഈ യോഗം വന്നാൽ ഉറപ്പായും ജാതകന് ഇത് പ്രതീക്ഷിക്കണം. 6-ാം ഭാവാധിപനോടുകൂടി ഈ യോഗം വന്നാലും, അഷ്ടമാധിപനോടുകൂടി ഈ യോഗം വന്നാലും, അല്ലെങ്കിൽ 6-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ ഈ യോഗം വന്നാലും, ഈ ഭാവാധിപന്മാരോട് യോഗപ്പെട്ടാലും, ലഗ്നമായി സംബന്ധിച്ചാലും ജാതകർക്ക് ഈ ഒരവസ്ഥ പ്രതീക്ഷിക്കണം. അത് എങ്ങനെ കണ്ടെത്തും എന്നാൽ, നമ്മളുടെ ജാതകത്തിൽ ചൊവ്വ, രാഹു, ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും, ചൊവ്വയും രാഹുവും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും, സൂര്യനും രാഹുവും ഒന്നിച്ചു നിൽക്കുകയോ പരസ്പരം നോക്കുകയോ ചെയ്യുന്നുവെങ്കിലും ജാതകന്റെ വംശത്തിൽ ക്യാൻസർ രോഗം ബാധിക്കും. ചൊവ്വ രാഹുവിനെ നോക്കിയാലും രാഹു ചൊവ്വയെ നോക്കിയാലും ഈ ഒരു രോഗത്തിൻ്റെ സാധ്യത ജാതകന്റെ ബ്ലഡിലുണ്ട്, DNA-യിലുണ്ട്. അപ്പോൾ സൂര്യൻ രാഹു, ചൊവ്വ രാഹു, ഈ യോഗങ്ങൾ ഒരു ജാതകത്തിലുണ്ടെങ്കിൽ
ആ ജാതകരോട് ചോദിച്ചു നോക്കിക്കോളൂ, നിങ്ങളുടെ വംശത്തിൽ ക്യാൻസർ രോഗികളുണ്ടോ? ഉറപ്പായും ഉണ്ട് എന്ന് പറയും. അത് വന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ജാതകന് ഈ രോഗം അനുഭവിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പൂർവജന്മകർമ്മയിൽ സർപ്പശാപം ഈ ജാതകൻ ഏതോ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുകയോ അംഗഭംഗം ചെയ്യിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇവിടെ ചെയ്ത് അത് പരിഹരിക്കണം. ക്യാൻസർ രോഗങ്ങൾ ഇല്ലാണ്ടായി പോകുന്നതിന് സർപ്പസംസ്കാരാദികൾ ക്രിയകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പോയി ഈ ശാപത്തെ പൂർണ്ണമായും നമ്മുടെ DNA നിന്നും നിവർത്തി ചെയ്യണം. ക്യാൻസർ രോഗം വരാണ്ടിരിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, ഋഷീശ്വരന്മാർ പറഞ്ഞ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്താൽ നമ്മളുടെ DNA അടങ്ങിയിരിക്കുന്ന ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിൻ്റെ സാധ്യത മാറുവാൻ സഹായകമാണ്. കാരണം കർമ്മ നമുക്ക് കട്ടായി പോകും. അപ്പോൾ ഈ യോഗം ഒരു ജാതകത്തിലുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ ഇതിന് പരിഹാരങ്ങളും ദാനങ്ങളും ചെയ്യണം. ഈ യോഗമുള്ള ജാതകങ്ങളിൽ എടുത്ത് ചോദിച്ചു നോക്കിക്കോളൂ, നിങ്ങളുടെ വംശത്തിൽ, നിങ്ങളുടെ അമ്മയുടെ വംശത്തിൽ, നിങ്ങളുടെ അച്ഛൻ്റെ വംശത്തിൽ ഈ രോഗമുള്ളവരുണ്ടോ? ഉറപ്പായും അവർ ഉണ്ട് എന്ന് പറയും. അപ്പം സാമാന്യമായി ജാതകം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും ജാതകമുണ്ടെങ്കിൽ, ഗ്രഹനിലയുണ്ടെങ്കിൽ ചൊവ്വ, കുജൻ, അതായത് കൂ എന്നെഴുതിയിരിക്കുന്ന ഗ്രഹവും സർപ്പം അതായത് രാഹു, സായ് എന്നെഴുതിയിരിക്കുന്ന ഗ്രഹവും ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടെങ്കിലും സൂര്യൻ, രായ എന്നെഴുതിയിരിക്കുന്നതാണ് സൂര്യൻ, രാഹു, സർപ്പം, ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം നോക്കുകയോ ഒന്നിച്ച് നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജാതകൻ്റെ DNA ബ്ലഡിൽ ഇതിൻ്റെ സാധ്യതയുണ്ട്. അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ജാതകന് ഇന്നല്ലെങ്കിൽ നാളെ അവസാന കാലഘട്ടത്തിൽ ഈ രോഗം ഭവിക്കാനായിട്ട് ഇടയുണ്ടാവും. ഈ യോഗങ്ങൾ ഏത് സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ആ സ്ഥാനം കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ഇവർക്ക് വരാൻ സാധ്യത വരും. ഇപ്പം മേടൻ രാശിയിലാണ് ചൊവ്വായുടെയും രാഹുവിൻ്റെയും യോഗമെങ്കിൽ എന്ത് പറയാം, ഇവർക്ക് ശിരസ്സിൽ ഇവർ വരാൻ സാധ്യതയുണ്ട്. ഇടവൻ രാശിയിലാണെങ്കിൽ ഇവർക്ക് മുഖസംബന്ധമായിട്ട് വായിലോ കണ്ണിലോ ചെവിക്കോ എവിടെയല്ലോ. മിഥുനൻ രാശിയിലാണെങ്കിൽ ഇവർക്ക് കഴുത്തായിരിക്കും. കർക്കിടകൻ രാശിയിൽ ഹാർട്ടായിരിക്കും, ശ്വാസകോശം, നെഞ്ച് സംബന്ധമായിട്ട്. ചിങ്ങൻ രാശിയിലാണെങ്കിലോ ഹാർട്ടിനോ വയറിൽ, സ്ത്രീകൾക്കാണെങ്കിൽ നമ്മുടെ യൂട്രസ് സംബന്ധമുള്ള കാര്യങ്ങൾ, കന്യാണെങ്കിൽ അടിവയർ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിലായിരിക്കും ഇവർക്ക് വരുവാനായിട്ടുള്ള സാധ്യതകൾ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറുന്ന ക്ഷേത്രങ്ങളിൽ പോയി അത് പരിഹരിക്കുകയും ദാനധർമ്മങ്ങളും ചെയ്ത് നമ്മളുടെ DNA നിന്നും ഈ കർമ്മശാപത്തെ പൂർണ്ണമായിട്ടും പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ജാതകം ഇപ്പോൾ എത്രയോ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എത്രയോ ആൾക്കാരോട് ജാതകം നോക്കിയവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളുണ്ടോ, അത് കൃത്യമായ രീതിയിൽ അതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആൾക്കാർ നോക്കിയാൽ അവരുടെ അനുഭവം പറയട്ടെ. എത്രയോ ആൾക്കാരോട് നിങ്ങൾക്ക് ഇന്ന രോഗം, ഈ ഒരു രോഗത്തിൻ്റെ സിംറ്റംസ് നിങ്ങളുടെ DNA നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നു, നിങ്ങൾ കുടൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ, ഇതിന് വരാൻ ചാൻസസ് ഉണ്ടോ എന്ന് ഡോക്ടർമാരോട് അന്വേഷിച്ച് നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പോയി നോക്കിയിട്ടിട്ട് ഡോക്ടർമാർ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതാര് പറഞ്ഞു തന്നു? എന്നിട്ട് ആ ഡോക്ടർമാർ എൻ്റെ നമ്പർ മേടിച്ചിട്ട് നമ്മളെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ, ജ്യോതിഷത്തിൻ്റെ വ്യാപ്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവർക്ക് എന്നും ഒരു
തുണയായിട്ടുണ്ടാവണം. അപ്പം ജ്യോതിഷം നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് കൈകാര്യം ചെയ്യുക. മറ്റൊരറിവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.